ഷബീർ ബ്രോ നമസ്കാരം. ഞാൻ നിങ്ങളെ കാണുമ്പോൾ ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പല ഇൻവെസ്റ്റേഴ്സും NRI ഇൻവെസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ NRI സ്റ്റാറ്റസ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നിട്ടും അവർ ആ അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്, ബാങ്ക് അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതവർക്ക് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ? എന്താണ് അതിൻ്റെ ഒരു കാര്യം? ഇത് നിയമപ്രകാരം 2 നിയമങ്ങളാണ് വിഷയമുള്ളത്. ഒന്ന് ഇൻകം ടാക്സ് നിയമപ്രകാരമുള്ളൊരു വിഷയം, 2 ഫെമ റൂൾസ് ഉണ്ട്, പിന്നെ RBIൻ്റെ ഒരു ഗൈഡ് ലൈൻസും ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരാൾ എപ്പോഴാണോ NRI സ്റ്റാറ്റസ് ഇല്ലാണ്ടാവുന്നത് അന്ന് അയാൾ ആ NRI അക്കൗണ്ട് എന്ത് ചെയ്യണം, ഒന്നുകിൽ നമ്മുടെ ഇന്ത്യയിലുള്ള സേവിങ്സ് അക്കൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ സാധാരണഗതിയിൽ NRI അക്കൗണ്ട് എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. ഇതാണ് ശരിക്കും നിയമപ്രകാരം ഉള്ളത്. പക്ഷേ ഈ ബാങ്കുകൾ പൊതുവേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അങ്ങനെ, കാരണം അവർക്ക് കൂടുതലും ഡെപ്പോസിറ്റ് വരുന്നത് ഈ NRIസിൻ്റെ എമൗണ്ട് ആയിരിക്കും. അപ്പോൾ അവരതിന് സ്ട്രിക്റ്റായിട്ട് എന്ത് ചെയ്യാറില്ല, കംപ്ലൈ ഒന്നും ചെയ്യാറില്ല. പിന്നെ ഇതിനെന്തെങ്കിലും കോൺസിക്വൻഷ്യൽ എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ഇൻകം ടാക്സ് പ്രകാരം ഒറ്റ കാര്യമേ ഉള്ളൂ. അവർക്ക് NRI